കൊല്ലം തഴുത്തലയിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ സംഭവത്തിൽ പത്മരാജൻ ഭാര്യ അനിലയെയും ബേക്കറി പങ്കാളി ഹനീഷിനെയും കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നതായി പോലീസ്. കാറിൽ ബേക്കറി ജീവനക്കാരനാണുള്ളതെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. ഭാര്യയെ തീകൊളുത്തി കൊലപ്പെടുത്തിയത് സംശയരോഗം കാരണമെന്നും എഫ്ഐആർ. രാജ്കുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാജ്കുമാർ, ഇന്നലെയായിരുന്നു ഇത്തരത്തിലൊരു ദാരുണമായ കൊലപാതകം നടന്നത്. ഇതിന്റെ എഫ്ഐആർ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കൊലപാതകത്തിന് കാരണം സംശയരോഗമെന്നാണ് പ്രതി ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. മറ്റെന്തൊക്കെ വിവരങ്ങളാണ് എഫ്ഐആറിൽ നിന്ന് വ്യക്തമാവുന്നത്? ഇന്നലെ ഈ സംഭവം നടന്ന ഉടൻ തന്നെ ഇപ്പോൾ ഈ ആരോപണ വിധേയനായിട്ടുള്ള ബേക്കറി പങ്കാളി ഹനീഷിനെ പോലീസ് അയാളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അയാളിൽ നിന്ന് കാര്യങ്ങൾ പരിശോധിച്ചു. CDR എടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇവരുടെ കോൾ ഡീറ്റെയിൽസ് സംബന്ധിച്ചിട്ടുള്ള റെക്കോർഡുകൾ പോലീസ് ശേഖരിക്കും. ഈ പത്മരാജനെ സംബന്ധിച്ച് ഈ രണ്ടുപേരെയും കൊല്ലാൻ പദ്ധതിയിട്ടു എന്ന് അയാൾ തന്നെ പോലീസിനോട് സമ്മതിച്ചു. ഈ കടപ്പാക്കടയിൽ നിന്ന് ഇവരുടെ ഈ ബേക്കറി എന്ന് പറയുന്നത് നായസ് ഹോസ്പിറ്റലിന് തൊട്ടടുത്താണ്. നില എന്ന് പേരിട്ട ഒരു ബേക്കറി. ആ ബേക്കറിയിൽ നിന്ന് തന്നെ ഇയാൾ ആ ഭാഗത്ത് വെച്ച് തന്നെ ഈ പത്മരാജൻ ഈ ഭാര്യയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ആളിനെയും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കാറിലുണ്ടായിരുന്നത് ഈ ഹനീഷ് എന്നാണ് പത്മരാജൻ കരുതിയത്. പക്ഷേ അത് പിന്നീടാണ് അത് അബദ്ധമാണെന്ന് മനസ്സിലായിപ്പോയത്. പക്ഷേ കാറിലുണ്ടായിരുന്നത് ഈ ബേക്കറിയിലെ ജീവനക്കാരനായിരുന്ന സോണിയായിരുന്നു. 1 മാസം മുമ്പാണ് ഈ ബേക്കറി തുടങ്ങിയത്. ഈ ബേക്കറി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ തുടക്കത്തിലെ തർക്കങ്ങളുണ്ടായിരുന്നു. ആദ്യം ഒറ്റയ്ക്കാണ് ബേക്കറി തുടങ്ങിയെന്ന് മരിച്ച അനില ഭർത്താവിനോട് പറഞ്ഞിരുന്നു. ഭർത്താവിൽ നിന്ന് 1.5 ലക്ഷം രൂപ വാങ്ങുകയും ചെയ്തിരുന്നു. അത് തന്നെ വലിയൊരു വഴക്കിൻ്റെ ഒടുവിലാണ് പണം നൽകാൻ പത്മരാജൻ തയ്യാറായത്. പിന്നീടാണ് അറിയുന്നത് ഹനീഷ് എന്ന് പറയുന്ന പങ്കാളി കൂടി ഇതിലുണ്ടെന്ന്. ഹനീഷുമായിട്ടുള്ള ഒരു ബന്ധം, ആ സുഹൃത്ത് ബന്ധത്തെ തനിക്ക് ഇഷ്ടമല്ലെന്ന് പലവട്ടം പറഞ്ഞിട്ടും കേൾക്കാൻ തയ്യാറായില്ല. തുടർന്ന് കഴിഞ്ഞ ദിവസം ബേക്കറിയിൽ വെച്ച് ഇവർ തങ്ങളിൽ വാക്കുതർക്കമുണ്ടായി. അവിടെ വെച്ച് ഈ ഹനീഷ് പത്മരാജനെ എന്നെ മർദ്ദിച്ചു എന്നാണ് പത്മരാജൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇതിൽ ചോദ്യം ചെയ്തപ്പോൾ പത്മരാജൻ അങ്ങനെയാണ് പറയുന്നത്. മൊത്തത്തിൽ ഇതെല്ലാം കൂടി ഒരു വൈരാഗ്യം ഉള്ളിൽ വെച്ചു. മാത്രമല്ല ഭാര്യ മറ്റൊരു വീടെടുത്ത് ഈ അനീഷിൻ്റെ വീടിന് സമീപത്ത് തന്നെ മറ്റൊരു വീടെടുത്ത് താമസം തുടങ്ങി. അത് ഒരാഴ്ച മാത്രമേ ആയിരുന്നുള്ളൂ. ഇതിനിടയിൽ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഇടപെടുകയും അതിൽ ഈ പത്മരാജൻ 2015 അവിടുത്തെ വാർഡിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തി കൂടിയാണ് ഈ പത്മരാജൻ. കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണ്, പൊതുപ്രവർത്തകനാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഉള്ളവരെല്ലാം ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇതിൽ ഇടപെട്ടിരുന്നു. അങ്ങനെ ഒരു ഒത്തുതീർപ്പെന്ന നിലയിൽ ഈ വീട് മാറുന്നതിനും മുടക്കിയ 1.5 ലക്ഷം രൂപ ഹനീഷ് തിരികെ ഈ പത്മരാജന് നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് 8നും 9നും ഇടയ്ക്ക് ഈ ബേക്കറി പൂട്ടി വരുമ്പോൾ കടപ്പാക്കടയിൽ നിന്ന് ഫോളോ ചെയ്ത പത്മരാജൻ ഒരു മാരുതി ഒമിനി വാനിലായിരുന്നു. ഈ അനിലയും ഒപ്പമുണ്ടായിരുന്ന കടയിലെ സ്റ്റാഫും സഞ്ചരിച്ചത് ഒരു കാറിലും, നമുക്ക് അറിയാവുന്നതുപോലെ ഒരു ആൾട്ടോ കാറിലുമാണ്. എൻ്റെ പിന്നിൽ തന്നെ നമുക്ക് ഈ കാറിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ആ കാറിൽ ഇവർ വരുന്ന വഴിക്ക് ഇപ്പോൾ ഈ കാണുന്ന ഈ ജംഗ്ഷനിൽ വെച്ച് ഈ മാരുതി ആൾട്ടോ കാറ് നേരെ കൊണ്ടുവന്ന് ഈ കാറിലേക്ക് ഇടിച്ച് കയറ്റി ഇവർക്ക് അനങ്ങാൻ പറ്റാത്ത വിധമാക്കി. തുടർന്ന് അനിലയാണ് വാഹനം ഓടിച്ചിരുന്നത്. ഇതിനുള്ളിൽ കരുതിയിരുന്ന ഒരു സ്റ്റീൽ ബക്കറ്റുണ്ട്. ആ ബക്കറ്റിനകത്താണ് പെട്രോൾ കരുതിയിരുന്നത്. അതെടുത്ത് ഇയാൾ പൊടുന്നനെ ഈ അനിലിരുന്ന ഭാഗത്ത് തന്നെ ഒഴിക്കുകയും തീ കൊളുത്തുകയുമായിരുന്നു. അയാൾക്ക് ദേഹത്തിന് തീ പടർന്നപ്പോൾ അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് നേരെ പോയത് ഓട്ടോറിക്ഷയിൽ കഴുതി പത്മരാജൻ പോയത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി. ഞാൻ എൻ്റെ ഭാര്യയെ തീ കൊളുത്തി കൊന്നു, എനിക്കിപ്പോൾ സംതൃപ്തിയായി, ഇതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുമായിരുന്നു. ഈ സമയത്ത് ഇവിടെ ഈ നാട്ടുകാർ ഈ ബഹളം, ഈ തീയെല്ലാം പടരുന്നത് കണ്ട് നാട്ടുകാർ ഓടിക്കൂടി. ആദ്യമുള്ള ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു യുവാവ്, അദ്ദേഹം ആദ്യം വന്ന് ഇതിൻ്റെ ഒപ്പമുണ്ടായിരുന്ന സോണിയെ ഇവിടെ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ടു. അപ്പോഴത്തേക്കും അനിലയുടെ ദേഹത്തേക്ക് തീ ആളിപ്പടർന്നു. പിന്നീട് വന്ന 2 യുവാക്കൾ അനിലയെ പുറത്ത് എടുക്കാൻ ശ്രമിച്ചെങ്കിലും തീ ആളിപ്പടരുകയായിരുന്നു. ഇവിടെ വെച്ച് തന്നെ, ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അനില വെന്തു മരിച്ചു എന്നാണ് പോലീസ് പറഞ്ഞത്. പിന്നീട് ജില്ലാ ആശുപത്രിയിൽ ഇരുവരെയും എത്തിച്ചെങ്കിലും അതിൽ സോണിക്ക് വലത് ഭാഗത്ത് തുടയ്ക്കും കൈകൾക്കും ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. സോണി ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇതിൽ ഈ കൊല്ലപ്പെട്ട അനിലയുടെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. അവിടെ പോലീസ് ഇപ്പോൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന നടപടികളുമായി പോലീസ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അല്പസമയത്തിനകം ഇവിടെ ഫോറൻസിക് വിദഗ്ധരെത്തി ഇതിൻ്റെ തെളിവുകൾ ശേഖരിക്കും. ഇതെല്ലാം കഴിഞ്ഞതിൽ ഈ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷമായിരിക്കും പോലീസ് ഈ പറഞ്ഞ പ്രതി പത്മരാജനുമായി എത്തിച്ച് ഇവിടെ തെളിവെടുപ്പ് നടപടികൾ പൂർത്തീകരിക്കുക.
തീർച്ചയായും രാജ്കുമാർ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലൊരു കൃത്യം നടത്തിയ ശേഷം പ്രതി പത്മരാജ് പോയത് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ്. താൻ ഇത്തരത്തിൽ ഭാര്യയെ ഇത്തരത്തിൽ തീ കൊളുത്തി എന്ന് പറഞ്ഞ് കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ പ്രതികരണങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് എന്ത് ശിക്ഷ കിട്ടിയാലും സ്വീകരിക്കാൻ തയ്യാറാണെന്നും ഈ ഭാര്യയുടെയും സുഹൃത്തിന്റെയും ശല്യം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നുവെന്നും അതായത് മുൻപും ഇത്തരത്തിൽ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനം ഭാര്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. മുൻപും ഇത്തരത്തിൽ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. അതെ, ഇയാൾ അങ്ങനെ തന്നെയാണ് മൊഴി നൽകിയത്. പക്ഷേ ഈ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുക്കുന്നില്ല. ഇതിലിപ്പോൾ സോണി, പരിക്കേറ്റ ഒപ്പമുണ്ടായിരുന്ന സോണിയുടെ മൊഴി രേഖപ്പെടുത്തി, ആരോപണ വിധേയനായ ഹനീഷിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ മൊഴികളിൽ നിന്ന് ഇതൊരു സംശയരോഗമാണോ എന്നൊരു ഇതിലേക്കാണ് ഇപ്പോൾ FIR, സംശയരോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ FIR അങ്ങനെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു സംശയരോഗത്തെ തുടർന്നാണ് ഇങ്ങനെയൊരു ക്രൂരകൃത്യത്തിലേക്ക് ഈ പത്മരാജൻ മാറിയത് എന്നാണ് FIR-ൽ പറയുന്നത്. അതേസമയം തന്നെ പത്മരാജൻ പറയുന്നത് ഈ ഭാര്യയും ഈ ആൺസുഹൃത്തുമായിട്ടുള്ള ബന്ധത്തെ താൻ പലവട്ടം ചോദ്യം ചെയ്തു. ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇവർ തയ്യാറായില്ല. ഇത് പല മുന്നറിയിപ്പുകൾ നൽകി, എന്നിട്ടും തയ്യാറായില്ല. ഇത് ചോദ്യം ചെയ്തപ്പോൾ എന്നെ ഈ ആൺസുഹൃത്തായ ഹനീഷ്, ഭാര്യയുടെ ആൺസുഹൃത്തായ ഹനീഷ് എന്നെ മർദ്ദിച്ചു. അപ്പോൾ ഇതൊക്കെ എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. മാനസികമായും ശാരീരികമായും ഇരുവരും ചേർന്ന് തന്നെ പീഡിപ്പിച്ചു എന്നാണ് പത്മരാജൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഒപ്പം ഈ പരിക്കേറ്റ സോണി എന്ന ആളുടെ ആരോഗ്യനില എപ്രകാരമാണ്? വലത് സൈഡ്, അതായത് ഈ കാറിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ സോണി ഇരുന്നത്. അത് സ്വാഭാവികമായും തീ ആളിപ്പടരുന്നത് സോണിയുടെ വലത് ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ സോണിയുടെ വലത് കൈക്കും തൊട ഭാഗത്തുമാണ് പൊള്ളലേറ്റിട്ടുള്ളത്. ഇപ്പോൾ സോണിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ സോണിയെ നേരിട്ട് കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. ഒരു പ്രതികരണത്തിന് ശ്രമിച്ചപ്പോൾ വേദന കൊണ്ട് പൊളയുന്ന ഒരു സാഹചര്യത്തിൽ അത് നൽകാനാകില്ല എന്ന് സോണി പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് പ്രേക്ഷകർക്ക് സോണിയുടെ പ്രതികരണം നൽകാൻ കഴിയാത്തത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടുന്നത് തന്നെ തെറ്റാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. ഇന്നലെ രാത്രി തന്നെ ഈ ആൺസുഹൃത്ത് ഹനീഷിനെ ഞാൻ കണ്ടു. ഹനീഷ് അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം പോലീസുകാരുമായി ജില്ലാ ആശുപത്രി മുന്നിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹനീഷിനെ സമീപിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇത് പ്രതികരണം നൽകാനുള്ള മാനസികാവസ്ഥയിലല്ല എന്ന് പറഞ്ഞ് ഹനീഷും ഒഴിഞ്ഞു മാറി. ഇവരുടെ രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ കിട്ടാനുമുണ്ട്. പക്ഷേ ഇവർ തീ കൊളുത്തിയ സംഭവത്തിൽ പത്മരാജൻ ഭാര്യ അനിലയെയും ബേക്കറി പങ്കാളി ഹനീഷിനെയും കൊല്ലാൻ പദ്ധതിയിട്ടതായി പോലീസ് വ്യക്തമാക്കുന്നു. കാറിൽ ബേക്കറി ജീവനക്കാരനാണുള്ളതെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. ഭാര്യയെ തീകൊളുത്തി കൊലപ്പെടുത്തിയത് സംശയരോഗം കാരണമെന്നുമാണ് FIR-ൽ നിന്ന് വ്യക്തമാകുന്നത്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.